السلام عليكم ورحمة الله تعالى وبركاته. الحمد لله الصلاة والسلام على أشرف المخلوقين وعلى آله الفائزين برضا الله أما بعد. ഓരോ നിമിഷങ്ങളിലും മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സാധ്യതകളുടെ പുതിയ ലോകത്ത് അസ്തിത്വം നിലനിർത്തി തന്നെ കാലം ആവശ്യപ്പെടുന്ന പുതിയ സാങ്കേതിക വിദ്യ, അതായത് കാലം ആവശ്യപ്പെടുന്ന ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള മാറ്റങ്ങളെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. മഹല്ല് പ്രവർത്തനങ്ങളിൽ സുതാര്യതയും ക്ഷേമ പദ്ധതികളിൽ ഉറപ്പുവരുത്താനും വേണ്ടിയിട്ടാണ് ഈ ചർച്ചയുടെ പിറവികൊള്ളുന്നത്. ആധുനിക സംവിധാനങ്ങളെല്ലാം സോഫ്റ്റ്വെയർ വൽക്കരിക്കപ്പെടുമ്പോൾ മഹല്ല് സംവിധാനങ്ങളും നൂതനമാക്കുക എന്ന ആശയമാണ് ഇതിന്റെ പിറവിക്ക് പിന്നിലുള്ളത്. നമ്മോടൊപ്പം ഇന്ന് ചർച്ചയിൽ എത്തിയിട്ടുള്ളത് സോഷ്യൽ ആക്ടിവിസ്റ്റ്, സിനാൻസ, സാമൂഹിക ചിന്തകൻ സവാദ്, അതുപോലെ തന്നെ മഹല്ല് ഭരണഘടനാ ശില്പി നാഫിയോ മുസ്ലിയാർ. ഒരുപാട് യാത്രകളിലൂടെ ഒരുപാട് സംസ്കാരങ്ങളെ തൊട്ടറിഞ്ഞ അമീൻ സാബ്. ആദ്യമായി തന്നെ പറയട്ടെ, ഏതൊരു പദ്ധതിയും അത് ജനകീയമാകുന്നത് അത് എങ്ങനെ ജനങ്ങൾ ഏറ്റെടുക്കുന്നു, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ പദ്ധതിയോട് ജനങ്ങളുടെ സമീപനം എന്നതിലാണ് അതിന്റെ ജനകീയത ഉള്ളത്. എങ്ങനെയാണ് നമ്മുടെ ഈ സ്മാർട്ട് മഹല്ലി എന്ന പദ്ധതി നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് അതിനെ ജനങ്ങൾ ഏറ്റെടുക്കുന്നു, അല്ലെങ്കിൽ എങ്ങനെയാണ് ജനങ്ങൾക്ക് ആ പദ്ധതിയോടുള്ള സമീപനം ഉണ്ടാകുക? ചോദ്യം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഏതൊരു മഹല്ലും അത് നിലനിൽക്കുന്നത് അതിൻ്റെ കെട്ടിടങ്ങളിലോ അല്ലെങ്കിൽ അതിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയിലോ കാര്യങ്ങളോ ഒന്നുമല്ല, മറിച്ച് ആ മഹല്ലിൽ ജനങ്ങളുടെ സജീവ പങ്കാളിത്തം, ആ ഒരു പങ്കാളിത്തത്തിലൂടെയാണ് ഈ ഒരു മഹല്ലിൽ നിലനിൽപ്പ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്മാർട്ട് പദ്ധതി അവതരിപ്പിക്കുമ്പോൾ തീർച്ചയായും ഇതിൻ്റെ വിജയം എന്നത് ജനങ്ങളുടെ പൂർണ്ണമായ ഏറ്റെടുക്കലാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ചോദ്യത്തെ നമ്മൾ അഡ്രസ്സ് ചെയ്യുമ്പോൾ ഒറ്റ വാക്കിൽ ഇല്ലെന്നോ അതെന്നോ നമുക്കിതിനെപ്പറ്റി പറയാൻ കഴിയില്ല, മറിച്ച് ഇത് മഹല്ല് കമ്മിറ്റി ജനങ്ങളിൽ എങ്ങനെ അവതരിപ്പിക്കുന്നു എന്നതനുസരിച്ചിരിക്കും ഇതിൻ്റെ ജനങ്ങളുടെ ഏറ്റെടുക്കും. സാധാരണയായി പൊതുസമൂഹം ഒരു പുതിയ സംവിധാനത്തെ സ്വീകരിക്കുന്നത് അവരുടെ ജീവിതത്തെ എളുപ്പമാക്കുമ്പോഴാണ്. ഇവിടെ ഓഫീസുകൾ കയറി ഇറങ്ങാതെ സർട്ടിഫിക്കറ്റുകളും അറിയിപ്പുകളും മറ്റെല്ലാ രേഖകളും മൊബൈലിലൂടെ ലഭ്യമാകുമ്പോൾ തീർച്ചയായും ജനങ്ങൾ തള്ളിക്കളയില്ല. മാത്രമല്ല, മഹല്ല് പ്രവർത്തനങ്ങളുടെ സുതാര്യതയും അതുപോലെ തന്നെ പുതുതലമുറയുടെ സാങ്കേതിക താല്പര്യവും ഇതിലൊരു പ്രധാന ഘടകമായിട്ട് നമുക്കിതിൻ്റെ ആദ്യ സ്വീകാര്യത നമുക്ക് ഉറപ്പുവരുത്താൻ കഴിയും. അതുപോലെ തന്നെ പൊതുസമൂഹത്തിൽ രൂപപ്പെട്ടു വരുന്ന പുതിയ കാലത്തിനനുസരിച്ച് നീങ്ങുന്ന ഒരു മനസ്സ് ഇത് തീർച്ചയായിട്ടും നമുക്ക് അനുകൂലമാകും. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഈ ഒരു പദ്ധതി നമ്മൾ അവതരിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവരെയും ഉൾക്കൊള്ളിക്കുന്നതായിരിക്കണം എന്നും കൂടി ഇതിൽ കൂട്ടിച്ചേർക്കുകയാണ്. അതായത് ജനങ്ങളിൽ ഇത് എങ്ങനെ അവതരിപ്പിക്കുന്നു എന്നിടത്താണ് ഇതിന്റെ ജനകീയത എന്നിടത്താണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഏതൊരു പദ്ധതിയും നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ നമ്മൾ നേരിടുന്ന പല വെല്ലുവിളികളുമുണ്ട്. പ്രത്യേകിച്ചും ഇങ്ങനെ ഒരു പദ്ധതി, സ്മാർട്ട് മഹല്ലി എന്ന പദ്ധതി, അത് സോഫ്റ്റ്വെയർ വൽക്കരിക്കപ്പെടുമ്പോൾ ധാരാളം പരിമിതികൾ അല്ലെങ്കിൽ ധാരാളം വെല്ലുവിളികൾ നാം നേരിടേണ്ടി വരും എന്നതാണ് തോന്നുന്നത്. എങ്ങനെയാണ് താങ്കൾ അതിനെ കാണുന്നത്? തീർച്ചയായും നമ്മളിപ്പോൾ നമ്മുടെ കാലത്തിനനുസരിച്ച് നമ്മുടെ മഹല്ല് സംവിധാനം ഡിജിറ്റലാകുമ്പോൾ ഒരുപാട് പ്രതിസന്ധികൾ നമ്മൾ മുന്നിൽ വരുന്നുണ്ട്. പ്രത്യേകിച്ച് സാമൂഹിക, സാമ്പത്തിക, അതുപോലെ ഒരുപാട് വെല്ലുവിളികൾ നമ്മൾ നേരിടേണ്ടതായിട്ടുണ്ട്. പ്രധാനമായിട്ടും ഉണ്ടാകുന്ന പ്രശ്നം എന്നുള്ളത്, നമ്മുടെ ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം മഹല്ലുകളാണ് ഓരോ സമുദായത്തിൻ്റെ കേന്ദ്രം എന്നുള്ളത്. അപ്പോൾ ഈ ഒരു കേന്ദ്രം ഓരോ കുടുംബങ്ങളെയും നമ്മൾ കേന്ദ്രീകരിക്കുന്ന ഒരു ബിന്ദുവായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ആ ഒരു സമൂഹത്തിനിടയിൽ മുതിർന്ന ആളുകളുണ്ടാവും, പാവപ്പെട്ട ആളുകളുണ്ടാവും, ഡിജിറ്റൽ സംവിധാനത്തെക്കുറിച്ച് യാതൊരു ധാരണ ഇല്ലാത്ത ആളുകളുണ്ടാവും, അതുപോലെ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ അറിയാത്ത ആളുകളും. അപ്പോൾ അതുപോലുള്ള ആളുകൾക്ക് ഈ ഒരു പദ്ധതിയിൽ പങ്കാളിത്തം ഉറപ്പാക്കാൻ വലിയൊരു പ്രയാസമായിരിക്കും.
അതായത് ഡിജിറ്റൽ ഡിവൈഡ്, അതാ ഡിജിറ്റൽ സാക്ഷരത എന്നുള്ളത് ഇതിലെ മെയിൻ ഘടകമാണ്. ഈ ഒരു വെല്ലുവിളിയാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു പദ്ധതിയിൽ വരുന്ന മറ്റൊരു വെല്ലുവിളി എന്നുള്ളത് നമ്മുടെ പേഴ്സണൽ ഡാറ്റാസ്, അതുപോലെ കുടുംബപരമായ കാര്യങ്ങൾ, അതുപോലെ നമ്മുടെ സംഭാവനകൾ, അതുപോലുള്ള കാര്യങ്ങളുടെ സാമ്പത്തിക ഡാറ്റ, ഇതൊക്കെ ഡിജിറ്റൽ വൽക്കരിക്കപ്പെടുമ്പോൾ ഓരോ മഹല്ലുകളിലെയും ജനങ്ങൾക്ക് ഉള്ളിലൊരു പേടി ഉണ്ടാവും. കാരണം അവരുടെ ഡാറ്റ എത്രത്തോളം സുരക്ഷിതമാണ്. അതുമാത്രമല്ല, അവരുടെ പേയ്മെൻറ്റ് സംവിധാനങ്ങളൊക്കെ ഓൺലൈനിലാവുമ്പോൾ ഈ സാക്ഷരത കുറവുള്ള അല്ലെങ്കിൽ ഈ ഒരു ഇടപാടുകളുമായി ബന്ധമില്ലാത്ത ആളുകൾക്ക് നമ്മൾ അടച്ച പൈസ അവിടെ എത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ ഒരു ഘടകം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണാം, ഹാക്കിങ്ങും മറ്റുമായിട്ട് അതുപോലുള്ള ഡാറ്റ ചോർച്ച വൻതോതിൽ കാണപ്പെടുന്നുണ്ട്. അതായത് ഡാറ്റ പ്രൈവസി എന്നുള്ളത് മെയിനായിട്ടുള്ള മറ്റൊരു പ്രശ്നം കൂടിയാണ്. അപ്പോൾ ഇതുപോലുള്ള പ്രശ്നങ്ങളോടൊപ്പം നമ്മുടെ മഹല്ല് ഭരണകർത്താക്കൾക്കും വലിയൊരു പ്രയത്നം ആവശ്യമായി വരുന്നുണ്ട്. കാരണം ഈ ഒരു ഡാറ്റ കളക്ഷൻ, ഈ വലിയ തോതിലുള്ള ഒരു മഹല്ല്, വലിയ വലിയ മഹല്ലുകളൊക്കെ ആകുമ്പോൾ ഒരുപാട് പ്രതിസന്ധികൾ അവർക്കുണ്ടാവും. അപ്പോൾ ഈ ഡാറ്റ കളക്ഷൻസും അതുപോലെ നിലവിലുള്ള ഡാറ്റകളെ ഈ ഡിജിറ്റൽ വൽക്കരിക്കപ്പെടുമ്പോഴൊക്കെ അവർക്ക് ഒരു പ്രയത്നം ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നാം കണക്കിലെടുക്കണം. ഒരു പ്രദേശത്തിൻ്റെ ആ ഒരു ഘടനക്കനുസരിച്ചുള്ള മാറ്റങ്ങൾ നമ്മൾ കൊണ്ടുവരണം. അല്ലാതെ നമ്മൾ ഇതൊരു അടിച്ചേൽപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ജനങ്ങൾ ഇതിനോട് പിന്മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആദ്യമായി ഇത്തരം വെല്ലുവിളികളെ ഒരു തടസ്സമായി നാം കാണേണ്ടതില്ല. അതെ, മറിച്ച് ഈ പദ്ധതി അത് കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള ഒരു സാധ്യതകളായിട്ട് നമുക്കതിനെ സമീപിക്കാം. ഇത്തരത്തിൽ തന്ത്രപരമായ രീതിയിൽ ഈ വെല്ലുവിളികളെ സമീപിക്കുമ്പോൾ മാത്രമേ ഈ പദ്ധതി ഒരു പൂർണ്ണ വിജയത്തിലെത്തിക്കാൻ നമുക്ക് സാധിക്കുള്ളൂ. ഇവിടെ പരാമർശിക്കപ്പെട്ട വെല്ലുവിളി ആദ്യമായി ഡിജിറ്റൽ വിഭജനം എന്നുള്ള. ഈ ഡിജിറ്റൽ വിഭജനം മറികടക്കാൻ നമുക്ക് ഒരു ഇരട്ട സംവിധാനം പോലെയുള്ളത് ഒരു ഡ്യുവൽ സിസ്റ്റം നടപ്പിലാക്കാം. അഥവാ ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കാത്ത ആളുകൾക്കിടയിലേക്ക് അവരുടെ ആ പഴയ സംവിധാനം അത് നിലനിർത്തിക്കൊണ്ട് തന്നെ, എന്നാൽ അവർക്ക് മുമ്പിൽ ഈ പുതിയ സംവിധാനത്തിൻ്റെ അതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ബോധവാന്മാരാക്കുക. അതുപോലെ തന്നെ അതിൻ്റെ പുതിയ രീതിയെ അവരെ പരിശീലിപ്പിച്ചെടുക്കുക ഒക്കെ ചെയ്യാം. പിന്നെ മറ്റൊന്ന് ഇവിടെ പറഞ്ഞത് ജനങ്ങളുടെ സ്വീകാര്യത, അവർ ഇതിൻ്റെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്ക, അത്തരത്തിലുള്ള ആശങ്കകൾ പരിഹരിക്കാൻ ഈ ഡാറ്റയുടെ, അവരിൽ നിന്ന് ശേഖരിച്ചെടുത്ത ഡാറ്റയുടെ അതിൻ്റെ സുരക്ഷാ മാനദണ്ഡങ്ങളെ അത് പരസ്യപ്പെടുത്തുക. അതോടൊപ്പം തന്നെ ഈ സുരക്ഷാ മാനദണ്ഡങ്ങൾ അത് കർശനമായി പാലിക്കുമെന്നൊരു ലിഖിത ഉറപ്പുകൂടെ ജനങ്ങൾക്ക് നൽകാൻ നമുക്ക് കഴിയണം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, എല്ലാം ഒറ്റയടിക്ക് നടപ്പിലാക്കാമെന്ന് ഒരിക്കലും ശ്രമിക്കരുത്. അത് പരാജയപ്പെട്ടു പോകും. എല്ലാം ഒറ്റയടിക്ക് നടപ്പിലാക്കാൻ ശ്രമിക്കാതെ ആദ്യം ഏറ്റവും ലളിതമായതും എന്നാൽ ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ കൂടുതൽ എളുപ്പമുള്ളതുമായ രീതിയായിരിക്കണം ആദ്യഘട്ടത്തിൽ നാം സംവിധാനിക്കേണ്ടത്. അത്തരത്തിലൂടെയുള്ള ഒരു ഘട്ടം ഘട്ടമായുള്ള പ്രവർത്തനത്തിലൂടെ ആയിരിക്കും ജനങ്ങളുടെ വിശ്വാസ്യത കൂടുതൽ നേടിയെടുക്കുക. ഇത്തരത്തിൽ ഒരു മഹല്ല് പൂർണ്ണമായി ഡിജിറ്റലൈസ്ഡ് ആയി കഴിയുമ്പോൾ ആ മഹല്ല് സംബന്ധമായ സേവനങ്ങൾ അത് ജനങ്ങളിലേക്ക് വളരെ എളുപ്പത്തിൽ കാലതാമസം കൂടാതെ എത്തിക്കുകയും ജനങ്ങളെ അറിയിക്കാനും എല്ലാം വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് സാധിക്കും. മാത്രമല്ല, വാസ്തവത്തിൽ ഈ ഡിജിറ്റൽ മഹല്ല് അല്ലെങ്കിൽ സ്മാർട്ട് മഹല്ല് എന്നുള്ളത് കേവലം ഒരു സോഫ്റ്റ്വെയറോ അല്ലെങ്കിൽ ആപ്ലിക്കേഷനോ അല്ല, മറിച്ച് അത് സുതാര്യതയുടെയും കാര്യക്ഷമതയുടെയും അതുപോലെ തന്നെ എല്ലാവരെയും ഉൾക്കൊള്ളലിൻ്റെയും ഒരു പുതിയ മാതൃക കൂടിയാകുമ്പോൾ ഇതിൻ്റെ ഫലം അതിഗംഭീരമായിരിക്കും എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാവുന്നത്. പരിമിതികൾ പുതിയ സാധ്യതകളെ തുറക്കുന്നു എന്നാണ് ഇതിൽ മനസ്സിലാക്കേണ്ടത്. അതായത്
അതുപോലെ തന്നെ ഇതിന്റെ ജനകീയത ഉറപ്പുവരുത്തുന്നത് നമ്മൾ എങ്ങനെ ഇത് ജനങ്ങളിലേക്ക് വ്യാപിപ്പിക്കണം, അല്ലെങ്കിൽ എങ്ങനെ മറ്റു മണ്ഡലങ്ങളിൽ മുന്നോട്ട് വെക്കുമ്പോൾ എങ്ങനെ മറ്റുള്ള മണ്ഡലങ്ങളിലേക്ക് വ്യാപിപ്പിക്കണം എന്ന വലിയ പ്രാധാന്യം. എങ്ങനെയാണ് മറ്റുള്ള മണ്ഡലത്തിലുള്ള വ്യാപന സാധ്യതകൾ എങ്ങനെയാണ് കിടക്കുന്നത്? തീർച്ചയായും ഏതൊരു പദ്ധതിയുടെയും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അതിൻ്റെ വ്യാപനം എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഈ സ്മാർട്ട് മഹല്ല് പദ്ധതി എന്നുള്ളതിൻ്റെയും ഒരു മുഖ്യ ഘടകം തന്നെയാണ് അത് എങ്ങനെ വ്യാപിപ്പിക്കാം എന്നുള്ളത്. നമ്മളിവിടെ സ്മാർട്ട് മഹല്ല് കേൾക്കുമ്പോൾ തന്നെ നമുക്കെല്ലാവർക്കും അറിയാം, ഒരു ഡീറ്റലൈസ് അല്ലെങ്കിൽ ഒരു വലിയൊരു സാങ്കേതിക ഒരു മൂല്യമുള്ള ഒരു പദ്ധതിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ചിന്തിക്കുന്നൊരു അവസ്ഥയാണ് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ നമ്മളെ സാങ്കേതികവിദ്യ പോലത്തെ വലിയ വലിയ പ്ലാറ്റ്ഫോമുകളിലൂടെ നമ്മളിതിനെ വ്യാപനത്തെ നമ്മൾ കൂടുതൽ എടുക്കുകയാണെങ്കിൽ വളരെ വലിയ രീതിയിൽ നമുക്കിതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഇനി ഇത്തരത്തിലുള്ള ഈ സാങ്കേതിക വിദ്യയിലൂടെ നമ്മൾ ഈ വലിയൊരു പദ്ധതിയെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ സാങ്കേതികവിദ്യ ഒരുപക്ഷെ എല്ലാവർക്കും എടുത്ത് ഉപയോഗിക്കാവുന്ന സാധ്യതയാണ്. എന്നാൽ എങ്ങനെ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകണം, ഈ ഒരു സാധ്യതയാണ് നാം കൂടുതലായിട്ട് കാണേണ്ടത്. നമുക്കറിയാം, പുതിയ കാലത്ത് സമുദായ സംഘടനകൾ വളരെ സുതാര്യമായ നിലയിൽ പ്രവർത്തിച്ചു വരികയാണ്. നമുക്കറിയാം, ജനങ്ങളിൽ നിന്ന് വിശ്വസ്തതയൊക്കെ കൂടുതൽ ചെലുത്തിക്കൊണ്ട് പുതിയ മതസംഘടനകൾ ഇങ്ങനെ വളർന്നു വരുന്ന സമയത്ത് നമ്മളൊരു നല്ലൊരു സംഘടനയെ കൂട്ടുപിടിച്ചുകൊണ്ട് ഒരു സംഘടന വഴി അവരിലൂടെ ഒരു സർക്കുലർ വഴി നമ്മൾ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ വലിയൊരു നിലയിൽ നമുക്കിതിലൊരു വ്യാപനം സാധ്യമാണെന്ന് മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ നല്ല റബിയുൽ അവൽ പോലത്തെ നമ്മുടെ നബിദിനൊക്കെ വരുമ്പോൾ നമ്മുടെ യുവാക്കളൊക്കെ എത്ര ഭംഗിയായിട്ടാണ് നമ്മുടെ ഓരോ പദ്ധതികളെയും കാണുന്നത്. അതെ, ആ യുവാക്കളെയൊക്കെ നമ്മൾ ഇതിലേക്കൊന്ന് കൂട്ടുപിടിച്ചു കഴിഞ്ഞാൽ, പുതിയ കാലത്ത് നമുക്ക് യുവാക്കളെന്ന് കേൾക്കുമ്പോൾ ഒരു മതത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സമൂഹമെന്ന് ഒരു മുദ്ര കുത്തുന്ന ഒരു പുതിയ കാലമാണ്. ഈ ഒരു പുതിയ കാലത്ത് ആ യുവാക്കളെല്ലാം കൂട്ടുപിടിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് ഒരു സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നൊരവസ്ഥയാണ്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ പ്രവർത്തിക്കുന്ന ഒരു മഹല്ല് സംവിധാനമാണ്. അപ്പോൾ യുവാക്കളൊക്കെ നമ്മളെ മഹലിലേക്ക് ഇങ്ങനെ കൂട്ടുപിടിച്ചുകൊണ്ട് യുവാക്കളെ കൂടുതൽ നമ്മൾ ഇതിലേക്ക് സമ്മർദ്ദം ചെലുത്തുകയാണെങ്കിൽ തീർച്ചയായും അവരും മുന്നോട്ട് വരുമെന്നതാണ് നമ്മുടെ ഒരു ഉറപ്പുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു അവസ്ഥയിലൂടെ നമ്മുടെ ഈ വ്യാപനം നമുക്ക് സാധ്യമാണ്. പിന്നെയുള്ളത്, ഒരു മഹലിൽ നിന്ന് മറ്റു മഹല്ലുകളിലേക്ക് എങ്ങനെ വ്യാപിപ്പിക്കും എന്നുള്ളതാണ്. അതായത് തീർച്ചയായും ഏതൊരു പദ്ധതിയാണെങ്കിലും ആദ്യം അതിനൊരു മാസ്റ്റർ മഹല്ലുണ്ടാകും. അതുപോലെ തന്നെ ഇവിടെയും നമ്മുടെ ഒരു മാസ്റ്റർ മഹല്ല്, ഒരു പൈലറ്റ് മഹല്ല് നമുക്ക് കാണേണ്ടതുണ്ട്. ഈ ഒരു പൈലറ്റ് മഹല്ലിൽ നിന്നുകൊണ്ട് ഈ മഹല്ലിൽ എത്രത്തോളം നമ്മുടെ ഈ പദ്ധതി വിജയിച്ചു, ജനങ്ങൾ എത്രത്തോളം ഏറ്റെടുത്തു എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് മറ്റു മഹല്ലുകളിലേക്ക് വ്യാപിപ്പിക്കുകയാണെങ്കിൽ വളരെ മികച്ച നിലയിൽ നമ്മുടെ ഈ പദ്ധതി നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നു. തീർച്ചയായും കാരണം പൈലറ്റ് മഹല്ലിനെ നോക്കിക്കണ്ടുകൊണ്ടാണ് മറ്റു മഹല്ലുകളും അതുപോലെ മറ്റു ജനങ്ങളൊക്കെ ഇത് ഏറ്റെടുക്കാൻ പോകുന്നത്. കാരണം അവിടെ എങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോയി, എങ്ങനെയാണ് ജനങ്ങൾ ആ പൈലറ്റ് മഹല്ലിൽ ഇതിനെ നോക്കിക്കണ്ടത്. എനിക്ക് തോന്നുന്നത് അതിന് ഒന്നുപാടി സുതാര്യമായ രീതിയിൽ ഈ പൈലറ്റ് മഹല്ലിൽ എങ്ങനെയാണോ അവർ നടത്തിയത് അതിൻ്റെ ഒരു ചെറിയ ഡോക്യുമെൻ്ററികളോ അല്ലെങ്കിൽ അവിടെ ഏത് തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് അവർ നടത്തിയത്, അതിൻ്റെ ഒരു ചെറിയ ടൂൾ കിറ്റുകളോ മറ്റു മഹല്ലുകളിലേക്കൊക്കെ ഒന്ന് അവർ വിഭാവനം ചെയ്യുകയാണെങ്കിൽ വളരെ സുതാര്യമായ രീതിയിൽ നമ്മുടെ വലിയൊരു പ്രൊജക്റ്റ് ജനങ്ങളെ ഏറ്റെടുപ്പിക്കാൻ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പുതിയൊരു സംവിധാനം വരുമ്പോൾ ജനങ്ങൾക്കുണ്ടാകുന്ന ഏറ്റവും വലിയ ആശങ്കകൾ നമുക്ക് ഇതിലൂടെ നികത്താൻ കഴിയുന്ന, കാരണം കുറ്റമറ്റതായ രൂപത്തിൽ ഒരു മഹല്ല് സംവിധാനത്തെ സ്മാർട്ടാക്കി നമ്മൾ സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ വിജയവും അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ജനങ്ങളിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇത് ജനങ്ങൾക്ക് ആ ഒരു ആശങ്ക ഇവിടെ മാറുകയാണ്. കാരണം ജനങ്ങളൊരു പൈലറ്റ് മഹലിനെ കണ്ടു കഴിഞ്ഞു, ഈ പൈലറ്റ് മഹലിൽ ഇത് വിജയിച്ചുവോ പരാജയിച്ചുവോ എന്ന് അവർക്ക് വിലയിരുത്താൻ സാധിക്കുമല്ലോ. അങ്ങനെ അവിടെ നിന്നുകൊണ്ട് ഇവരിതിനെ പ്രവർത്തിക്കുമ്പോൾ വളരെ വലിയ രീതിയിൽ നമുക്കിതിനെ വ്യാപിപ്പിക്കാൻ സാധിക്കും. ക്ലബ്ബുകൾ തീർച്ചയായിട്ടും, കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ലിബറൽ സമൂഹ കാലഘട്ടത്തിൽ ലിബറൽ ആശയങ്ങൾ പങ്കുവെക്കുന്ന ഈ കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും യുവാക്കളുടെ
ഒരു ഭാവവ്യത്യാസം നമുക്ക് പ്രകടമാകുന്നതാണ്. അപ്പോൾ യുവാക്കളെ ഇതിൽ ഉൾപ്പെടുത്തുന്നതോടുകൂടെ നമുക്ക് മഹലിൻ്റെ ആ ഒരു പരിധിയിൽ യുവാക്കളെ കിട്ടുമ്പോൾ അത് നമ്മളെ ഈ പദ്ധതി എന്നല്ല എല്ലാ പദ്ധതികൾക്കുള്ളൊരു വിജയമായിട്ട് തന്നെ നമുക്കിതിനെ മാറ്റിയെടുക്കാൻ കഴിയും. മാത്രമല്ല ഇവിടെ യുവാക്കൾക്കും ഒരു പോസിറ്റീവ് എനർജി വരുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ പൊതുവേ ഉള്ളൊരു ജനങ്ങളുടെ ചിന്താഗതിയാണ് എന്ത്, യുവാക്കൾ മതപ്രവർത്തനങ്ങളിൽ നിന്ന് പിന്മാറുകയാണ്, അവരൊരു ഒരു ഫ്രീക്കന്മാർ എന്നുള്ള നിലയ്ക്ക് നമ്മൾ യുവാക്കൾ അങ്ങനെ മുദ്ര കുത്തി വരുമ്പോൾ നമ്മളവരെ ചേർത്ത് പിടിക്കുകയാണെങ്കിൽ നമുക്കൊരു വലിയ രീതിയിൽ വ്യാപിപ്പിക്കാൻ സാധിക്കും. നമുക്ക് ഈ ഒരു യുവാക്കളെ പങ്കെടുപ്പിക്കാന്ന് പറഞ്ഞ കാര്യത്തിൽ യുവാക്കളാണ് ഒരു സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ളൊരു വിഭാഗം എന്നുള്ളത്. അപ്പോൾ യുവാക്കളെ നമുക്ക് കൂട്ടുപിടിച്ചാൽ തന്നെ നമുക്ക് ഈ ഒരു സംവിധാനം നല്ലൊരു അത് തന്നെ നമ്മൾ പറഞ്ഞ സംഘടനകളിലൂടെയും യുവാക്കളിലൂടെയും ഇങ്ങനെ വ്യാപിപ്പിക്കുന്നതിലൂടെ നമ്മുടെ ഈ പദ്ധതി വിജയിച്ചു കൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുപോലെ എന്നിങ്ങനെയുള്ള പദ്ധതികളിലൂടെ നമുക്ക് ഈ വ്യാപന സാധ്യത വലിയ മുന്നേറ്റങ്ങളിലേക്ക് സാധ്യതയുണ്ടാവുന്നതാണ്. അതെ, അങ്ങനെ തന്നെയാണ്. ഇങ്ങനെ വ്യാപിപ്പിച്ചുകൊണ്ട് പിന്നെ നമ്മൾ വ്യാപനം മാത്രമല്ലല്ലോ, ഇത് ഇത്രയും വലിയ നിലയിൽ ജനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ നമുക്കിതൊരു സ്മാർട്ട് മഹല് അല്ലെങ്കിൽ ഒരു എന്താ പറയുക സമുദായ പ്രവർത്തനത്തിനപ്പുറം ഒരു സാംസ്കാരിക ഒരു സാമൂഹിക മുന്നേറ്റം കൂടി നമുക്കിതിനെ കാണാൻ സാധിക്കും. വലിയ തോതിലുള്ള ജനങ്ങളെ നമ്മളെ സഹോദരങ്ങളൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇതര മതസ്ഥരാവട്ടെ അല്ലെങ്കിൽ നമ്മുടെ മറ്റു ജനങ്ങൾ ആരെങ്കിലും ആവട്ടെ അവർക്കൊക്കെ അവരുടെ ഇടയിലേക്കൊരു സാംസ്കാരിക സാമൂഹിക പ്രവർത്തനം നമുക്ക് സാധിക്കും. ചിന്തയുടെ ഉത്ഭവം തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് കാരണം പണ്ട് കാലഘട്ടങ്ങളിലുള്ള ഒരു പാരമ്പര്യത്തിലൂടെ മഹല്ല് പ്രവർത്തനങ്ങൾ സാംസ്കാരിക വലിയ മുന്നേറ്റങ്ങൾ നമുക്കറിയാം. പൊന്നാനിപ്പള്ളി, മാലിക്കുദ്ദീനാർ മസ്ജിദൊക്കെ ആ ഒരു പള്ളിയെ കേന്ദ്രീകരിച്ചു കൊണ്ട് നടന്നിരുന്ന സാംസ്കാരിക പ്രവർത്തനങ്ങൾ ഇന്നില്ല. മറിച്ച് വെറും സർട്ടിഫിക്കറ്റുകളോ അല്ലെങ്കിൽ വെറും വരിസംഖ്യ സ്വീകരണത്തിന് മാത്രമായിട്ട് മഹല്ല് ചുരുങ്ങുന്ന ഈ സമയത്ത് തീർച്ചയായിട്ടും ഇതൊരു സാംസ്കാരിക പദ്ധതിയും കൂടിയായിട്ട് നമുക്ക് പറയാം. ഇവിടെ ഇപ്പം പരാമർശിച്ച സാമൂഹിക പ്രവർത്തനങ്ങളോ ഒരു മഹല്ലിന് കീഴിൽ നമുക്കിന്ന് ധാരാളം സാമൂഹിക പ്രവർത്തനങ്ങൾ കാണാം. അത്തരത്തിലുള്ള സാമൂഹിക പ്രവർത്തനങ്ങളെ ഈ ഡിജിറ്റൽ വൽക്കരണത്തിലൂടെ ഒന്നും കൂടി അത് പരിപൂർണാർത്ഥത്തിൽ വിജയിപ്പിക്കാൻ ചിലപ്പോൾ നമുക്ക് സാധിക്കും. കാരണം ഇന്നിപ്പം സാധാരണ ഒരു പല മഹല്ലുകളിലും നമ്മൾ കണ്ടുവരുന്ന ഒരു സ്ഥിതിവിശേഷം മഹല്ല് റേഷൻ എന്നുള്ളൊരു പദ്ധതി ഇന്ന് പല മഹല്ലുകളിലും കാണാം. പക്ഷേ പല മഹല്ലുകളിലും ഈ മഹല്ല് റേഷൻ എന്നുള്ള പദ്ധതി അത് അർഹരായ ആളുകളിലേക്ക് പലപ്പോഴും എത്തുന്നില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം മഹല്ലിലെ ആളുകളുടെ വ്യക്തമായ വിവരങ്ങൾ, അതിൻ്റെ ദൗർബല്യതയും പിന്നെ അതിൽ നടക്കേണ്ടുന്ന പരിഷ്കരണങ്ങൾ അത് നടക്കാതെ പോയത് കൊണ്ടുമായിരിക്കാം ചിലപ്പോൾ ഇത് കൂടുതൽ അർഹരായ ആളുകളിലേക്ക് ഇത്തരം ക്ഷേമ പദ്ധതികൾ എത്താതിരിക്കും. ജനങ്ങളെ അഭിപ്രായ ശേഖരണം ഒന്നും കൂടി എളുപ്പമാണ്. അതെ അതെ. അതുപോലെ തന്നെ ഇത് എന്നാൽ ഈ ഡിജിറ്റലൈസ്ഡ് ആയി കഴിയുമ്പോൾ ഈ വിവരങ്ങൾ ശേഖരിക്കാൻ നമുക്ക് വളരെ എളുപ്പമാണ്. മാത്രമല്ല അതിൽ നിരന്തരമായ അപ്ഡേഷൻസും നടക്കുന്നത് വഴി അത് ഇത്തരം ആളുകൾക്ക് കൂടുതൽ അർഹരായ ആളുകളിലേക്ക് ഇത്തരം ക്ഷേമ പദ്ധതികൾ എത്തിക്കാൻ നമുക്ക് സാധിക്കും. തീർച്ചയായും ഈ കാലഘട്ടത്ത് അതിൻ്റെ അത്യാവശ്യകത വർദ്ധിച്ചു വരിക. കാരണം ഇസ്ലാമിനെ ഒരു സുപ്രയിൽ നിന്ന് കൊത്തിപ്പറിക്കുന്ന ഹബീബന തങ്ങൾ പറഞ്ഞതുപോലെ തന്നെ പല ഭാഗങ്ങളിൽ നിന്നും ഇസ്ലാമിനെ ആക്രമിച്ചുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ചും ഭീകരവാദത്തിൻ്റെ പേരിലും അതുപോലെ നിയമങ്ങളാൽ അടിച്ചമർത്തപ്പെട്ടൊരു സമൂഹമാണെന്നുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നതാണ്. ഇത് ഒരുപാട് കാര്യങ്ങൾ ഇത് യുവാക്കളെയും മറ്റു നമ്മുടെ മുസ്ലിം സമൂഹത്തെ തന്നെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു നമ്മുടെ ആശയ കൈമാറ്റം വളരെ വലിയ രൂപത്തിൽ നമുക്ക് എന്താക്കാൻ കഴിയും, ഇതിനെ ജനങ്ങളിലേക്ക് പെട്ടെന്ന് എത്തിക്കാനും അവരുടെ ധാരണകൾ തിരുത്തി നമ്മളിലേക്ക് ഒന്നും കൂടി അടുപ്പിച്ച് ആ ഒരു ഇസ്ലാമിൻ്റെ തനതായ സൗന്ദര്യത്തെ ആസ്വദിക്കാനുള്ള ഒരു അവസരം അവർക്ക് കൊടുക്കാൻ പെട്ടെന്ന് കഴിയും. മാത്രമല്ല ഇതിലൂടെ പൊതുജനങ്ങളിലേക്കും എത്തും. ഇത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ആശയ വിപണനങ്ങളൊക്കെ വിശദീകരണങ്ങളൊക്കെ ചില വ്യക്തികളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ ആളുകളിൽ കേന്ദ്രീകരിച്ചിരിക്കുമ്പോൾ ഇതിനേക്ക് മഹല്ല് കൂടി മുന്നിട്ടിറങ്ങുമ്പോൾ അത് വലിയൊരു മാറ്റം നമുക്ക് സാധ്യമാണ്. പ്രത്യേകിച്ചും ഭീകരവാദത്തിന്റെയും ഇത്തരം സാമൂഹിക പ്രവർത്തനങ്ങളിൽ കൂടി നമുക്ക് തീർച്ചയായും
വിവിധ മാനങ്ങൾ നമ്മളോട് ചർച്ച ചെയ്യും. കേവലം സാങ്കേതിക ഉപയോഗം എന്നതിനപ്പുറം നമ്മുടെ മഹല്ല് പ്രവർത്തനങ്ങൾ ആധുനിക സാങ്കേതിക വിദ്യകളുമായി നവീകരിക്കാനുള്ള ഒരു കൂട്ടായ ദീർഘവീക്ഷണമാണ് ഈ പദ്ധതി കൊണ്ടുവരുന്നത്. മഹല്ല് പ്രവർത്തനങ്ങളിൽ സുതാര്യത കൊണ്ടുവരാനും ക്ഷേമ പദ്ധതികൾ അർഹതകളിലേക്ക് വേഗത്തിൽ എത്തിക്കാനും ഈ പദ്ധതി വളരെ മികച്ചതാണ് എന്ന് പറയുന്നത്. കാരണം ഇത് ഡിജിറ്റൽ വൽക്കരിക്കുമ്പോൾ തന്നെ നമുക്ക് പല മാറ്റങ്ങളും കാണാൻ സാധിക്കും. ഇനി വേണ്ടത് ഇതിന്റെ നിഗമനം പറയുമ്പോൾ നമുക്ക് ഇതിന്റെ വിജയം എന്നുള്ള വിധം, അതായത് ഈ വിജയം എന്നുള്ളത് ഹാർഡ്വെയറിലോ അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിലോ ഇത് മഹല്ല് നിവാസികളുടെ മനോഭാവങ്ങളെയോ അവരുടെ സാഹചര്യത്തിനും അധിഷ്ഠിതമായിരിക്കും. ഇനി വേണ്ടത് എന്തെന്ന് വെച്ചാൽ, അതായത് നമുക്കിപ്പോ നമ്മൾ ഈ ചർച്ച ചെയ്യുന്നത്, അതായത് ഇനി ഒരു മഹല്ലിൽ നമ്മൾ ഈ പദ്ധതി എടുത്തു കഴിഞ്ഞാൽ, അതായത് അവർക്ക് എങ്ങനെ എത്രത്തോളം ഇതിനെ ഉപയോഗിക്കാൻ കഴിയണം എന്നതിനാണ്. അതായത് മാറ്റങ്ങൾ ഉൾക്കൊള്ളാനുള്ള സന്നദ്ധതയും അവർക്ക് വേണം. അതാണ് നമുക്ക് അവസാനമായിട്ട് പറയുന്നത്. നമ്മുടെ നാളത്തെ കാലങ്ങൾക്ക് വേണ്ടി ഒരു സ്മാർട്ട് മഹല്ല് എന്ന പുതിയ ഡിജിറ്റൽ വൽക്കരിച്ചുകൊണ്ടുള്ള ഒരു പദ്ധതി തന്നെ നമുക്ക് ഇതിനെ നമുക്ക് കാണാവുന്നതാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ചർച്ച അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്.